നമസ്കാരം. നാളെ ഓഗസ്റ്റ് 20 ബുധനാഴ്ചയാണ്. നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്ന ദിവസം തന്നെയാകുന്നു. പ്രധാനമായും ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയും എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമായും നിങ്ങൾക്ക് വളർച്ച സൂചിപ്പിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കാവുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭൗതിക രംഗത്തും നേട്ടങ്ങൾ വന്നു ചേരാവുന്ന സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം കൈക്കൊണ്ടില്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമായി തീരും. പ്രധാനമായും ചില തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. അധികാരമുള്ള പദവികൾ തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ച വേഗത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ധനപരമായ വിഷമങ്ങൾ അകലുന്നതായ ചില സഹായങ്ങൾ, ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നു എന്ന് വരാം. ദുർബോധനകൾക്ക് വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. സന്തോഷകരമായ ചില കാര്യങ്ങൾ വന്നു ചേരുക, മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും കാര്യസിദ്ധി ഉണ്ടാകുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. മനസ്സിന്റെ ചഞ്ചലത്വം നീങ്ങി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ അവഗണനകളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന ആത്മവിശ്വാസം വന്നു ചേരാം. ഉത്തരവാദിത്തങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അതിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങൾ അല്പമൊന്ന് മെച്ചപ്പെടുന്ന ദിവസങ്ങളാകുന്നു. ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ അനുകൂലത പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മഹാവിഷ്ണു ഭജനം നടത്തുന്നതും ഇന്നേ ദിവസം ശുഭകരമാണ്. ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിച്ച് തീർച്ചയായും വിഷ്ണു നാമങ്ങൾ ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. മനസ്സിന്റെ ആലസ്യം നീങ്ങി മനസ്സ് പ്രവർത്തന സജ്ജമാകുന്ന ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കുടുംബത്തിലെ പലവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. വ്യാപാരവുമായി ബന്ധപ്പെട്ട് സാമാന്യമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന ദിവസം തന്നെയാകുന്നു. പ്രതീക്ഷിച്ചതായ സഹായം അത് ധനമാണ് എങ്കിലും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ലഭിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. സന്താനങ്ങളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചികിത്സ പല കാര്യങ്ങളിലും തേടേണ്ടതായി വരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എങ്കിലും ചില അനാവശ്യമായ നിർബന്ധ ബുദ്ധി ശത്രുക്കളെ വീണ്ടും സൃഷ്ടിക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പൊതുവിൽ മെച്ചമുണ്ടാകുന്ന ദിവസം തന്നെയാണ് ഇത്. സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പല വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായി പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ദൗത്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. വ്യാപാരത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില തടസ്സങ്ങൾ
ചില വിഷമതകൾ പരിഹരിക്കപ്പെടുവാൻ സഹായകരമായ ദിവസം തന്നെയാകുന്നു. ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കലാ കായിക മത്സരങ്ങളിൽ അംഗീകാരങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വിവാഹ കാര്യത്തിൽ അല്പം കാലതാമസം നേരിടുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരാം. അതിൻ്റെ സൂചന ലഭിക്കാം. കൂടാതെ ഇന്നേ ദിവസം ചില തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക സ്ഥിതി മോശമാകില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഭാഗ്യം തുണയ്ക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ട ദിവസം തന്നെയാണ് എങ്കിൽ വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം വിഷ്ണു നാമങ്ങൾ ജപിക്കുന്നതും വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുന്നതും സാധിക്കുന്നവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഇന്നേ ദിവസം ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും മഹാവിഷ്ണു കടാക്ഷം വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല മുന്നേറ്റം പല കാര്യങ്ങളിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്ന ദിവസമാണ്. ഉന്നതമായ പദവികൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും പ്രീതി ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം ലഭിച്ചു തുടങ്ങാം. ദുർവാസനകളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗികമായി വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ശുഭവാർത്തകൾ തേടിയെത്താം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്ന ചില സൂചനകൾ ലഭിച്ചു എന്ന് വരാം. ചില വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും. ആരോഗ്യപരമായി അല്പമൊരു ഉയർച്ച പ്രതീക്ഷിക്കാം. പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കുക അല്ലെങ്കിൽ കർമ്മരംഗം അനുകൂലമാവുക, താൽക്കാലികമായ തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടബാധ്യതകൾ ഭാഗികമായാണ് എങ്കിലും പരിഹരിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായി തന്നെ മാറാവുന്നതുമാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും പരോപകാരമാണ് എങ്കിലും പ്രശംസിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യുന്നതായ പല പ്രവൃത്തികളും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിന് കാരണമായി തീരും എന്ന് കൂടി ഓർക്കുക. പ്രണയികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇന്നേ ദിവസം വന്നു ചേരുക. അസാധ്യം എന്ന് കരുതിയതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളിലും വിമർശിക്കുവാൻ ആളുകൾ ഉണ്ടാകും എങ്കിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും കാര്യനിർവഹണം മികച്ചതാക്കി തീർക്കുവാനും സാധിക്കുന്ന ദിവസം തന്നെയാകുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ വാസന കൂടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തരക്കേടില്ലാത്ത ആദായം ലഭിക്കും അല്ലെങ്കിൽ അത്തരം ചില സൂചനകൾ വന്നു ചേരാം. പല ആഘോഷങ്ങളിലും സജീവമായി നിൽക്കുവാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം അല്ലാതെയും യാത്രകൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ദിവസം തന്നെയാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതും വിഷ്ണു നാമങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം സാധിക്കുന്നവർ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഇരട്ടി ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് നീങ്ങുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസമായി തന്നെ മാറാം. പലതരം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവയെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല വിധത്തിലും നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതിജീവന ശക്തി പരീക്ഷിക്കപ്പെടുന്ന ദിവസമാകാം. ധനവിനിയോഗം, യാത്ര തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്.
ചില കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടതായി വരാം. എന്നാൽ ആ പ്രതികരണങ്ങൾ കരുതലോടെയാകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. താൽക്കാലികമായ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും, എങ്കിലും അല്പം കൂടി കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരാം. പുതുവഴികൾ പല കാര്യങ്ങളിലും തേടേണ്ടതായി വരാം. മാർഗക്ലേശങ്ങൾ ഉണ്ടാവുകയും അതിനാൽ ചില കാര്യങ്ങളിൽ നിന്നും പിന്തിരിയേണ്ടതായും വന്നു ചേരാം. ആവശ്യങ്ങൾക്കുള്ള ന്യായമായ ആവശ്യങ്ങൾക്കുള്ള പണം കൈവശം വന്ന് ചേരുന്ന ദിവസം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പദവിയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. സാഹസങ്ങൾ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പിണങ്ങിയവർ വീണ്ടും ഇണങ്ങുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ശ്രദ്ധ പുലർത്തുകയും ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം നഷ്ടം വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചെറു യാത്രകൾ അലച്ചിൽ ഇന്നേ ദിവസം വർദ്ധിച്ചു എന്ന് വരാം. നിങ്ങളുടെ സത്യസന്ധതയെ ചില വ്യക്തികൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് വരാം. ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. ധനസഹായം ലഭ്യമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം നീളുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശ്രദ്ധയോടെ ഇന്നേ ദിവസം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. പ്രത്യേകിച്ചും ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ഇന്നേ ദിവസം വിഷ്ണുനാമം ജപിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. സാധിക്കുന്നവർ ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും.